കഴിഞ്ഞ ദിവസം മമ്മൂക്കയ്ക്ക് ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഒരു അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. ഓരോരുത്തർ ഓരോ നേച്ചറല്ലേ. അദ്ദേഹത്തിൻ്റെ നേച്ചർ അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു. അതൊരു തെറ്റിദ്ധാരണ പരത്തിയത് കൊണ്ടാണ്. സാരമില്ല, അതെല്ലാം പോട്ടെ. അദ്ദേഹം ഇത്രയും വലിയൊരു മനുഷ്യനല്ലേ. അദ്ദേഹം മലയാള സിനിമയ്ക്ക് എത്ര വലിയ സംഭാവന നൽകിയാണ്. അദ്ദേഹത്തിനെതിരെയൊക്കെ ഒരാളെ വായിൽ നിന്നൊരു മിസ്റ്റേക്ക് വീണാൽ അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. പ്രായമുള്ള ആളാണ് അദ്ദേഹം, മുതിർന്ന ആളാണ് അദ്ദേഹം. അത് പറഞ്ഞു. അത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നത് വ്യാഖ്യാനിക്കാൻ ഞാനാളല്ല. അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് സംഭാവന നൽകി, കേരളത്തിന് ഒരുപാട് അഭിമാനകരമായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ പാടില്ല. വിട്ടേക്ക്, അതൊക്കെ അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജില്ലാ സെക്രട്ടറിക്ക് ഒന്നും സംഭവിക്കുന്നില്ല, അദ്ദേഹത്തിനൊന്നും സംഭവിക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി അല്ലാതാവത്തില്ല. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും, മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നവർ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടും. അതൊക്കെ മമ്മൂക്കയുടെ ഒരു സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ആളൊക്കെ. അതുകൊണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. കാരണം ഇതൊക്കെ പുള്ളി മുഖത്ത് നോക്കി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. പുള്ളി ദുഷ്ടലക്ഷ്യത്തോടെ പറയുന്നതല്ല, ദുഷ്ടലാക്കൊന്നുമില്ല, അങ്ങ് പറയുന്ന അത്ര. അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇച്ചിരി കടുംപിടുത്തക്കാരനായ മമ്മൂക്കയാണല്ലോ ഇഷ്ടം. അങ്ങനെയൊക്കെ പറയും. പക്ഷേ അങ്ങോട്ട് പേടിപ്പിച്ച പേടി പാവോ, നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഇങ്ങോട്ട് വരട്ടേക്ക് ചെയ്യുമെങ്കിലും അങ്ങോട്ടാരെങ്കിലും ഒന്ന് വരട്ടേ പുള്ളി പേടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദുഷ്ടനൊന്നും അല്ല, പാവോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങ് നമ്മൾ നിസ്സാരമായിട്ട് പോകുന്നത്. അതൊന്നും വലിയ പ്രശ്നമല്ല. അദ്ദേഹത്തെ പോലെ ഇത്രയും മുതിർന്ന ഒരാളെ നമ്മൾ അധിക്ഷേപിക്കില്ല, ആ വിഷയം സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന, അത് വിട്ടേക്കുക. മുതിർന്നവർക്ക് വലിയേട്ടനാണ്, മനസ്സിലായില്ലേ? അദ്ദേഹം ഒരു വലിയേട്ടനാണ്. നമ്മുടെ സിനിമയെ കാണുന്ന വലിയേട്ടനല്ല, അല്ലെങ്കിൽ പൊതുവിലൊരു വലിയേട്ടനാണ്. എല്ലാവരെയും പുള്ളി അങ്ങനെയൊക്കെ വരട്ടും. ശരി ശരി സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നമസ്കാരം. ലിസിയുടെ പുതിയ പുത്രൻ വിവാഹിതനാവുകയാണ്. മക്കളെ രണ്ടുപേരെയും അനുമോദിക്കാനാണ് നമ്മളെല്ലാവരും ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ പുറപ്പെട്ടതാണ്. മന്ത്രിസഭാ യോഗം നടക്കുകയായിരുന്നു ഓൺലൈനായിട്ട്. അതുകൊണ്ട് എനിക്ക് ചേരാൻ താമസിച്ച് നേരത്തെ വന്നതുകൊണ്ടായിരുന്നു. ലിസിയുടെ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ എന്തായാലും വരും എന്ന് വിളിച്ചത് ഞാൻ പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. മോൻ്റെ പ്രായമുള്ളപ്പോൾ ലിസിയെ ഞാൻ പരിചയപ്പെട്ടത്. അതുകൊണ്ടുള്ള ബന്ധമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. രണ്ട് മക്കൾ എല്ലാവിധ ആശംസകളും നേരിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ ഇവയും എപ്പോഴും കൂടെ ഉണ്ടാകും. നല്ലൊരു വിവാഹങ്ങളും നല്ല മക്കളും നല്ല തലമുറകളെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസ. താങ്ക് യു ഗണേഷ് സർ. സാറ് പറഞ്ഞ പോലെ തന്നെ ആദ്യത്തിൻ്റെ പ്രായത്തിലാണ് സാർ ബ്ലസ്സി സാറിനെ പരിചയപ്പെടുന്നത്. സോ വി ഓൺലി ഹാവ് വൺ